പുതിയ ഇലക്ഷൻ ഫോട്ടോ ഐഡൻറ്റി കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിനകത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മൊബൈൽ നമ്പർ അടിച്ച് സെൻഡ് OTP കൊടുക്കുക. അതിനുശേഷം കുറച്ച് ബേസിക് ഡീറ്റെയിൽസ്, പേര്, ലാസ്റ്റ് നെയിം, പാസ്വേഡ് 8 ഡിജിറ്റ് വേണം. OTP അടിച്ച് വെരിഫൈ ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. അതിനുശേഷം നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും സെയിം പാസ്വേഡ് അടിച്ച് സെൻഡ് OTP വീണ്ടും കൊടുക്കുക. പിന്നെ പുതിയ OTP വന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം അക്കൗണ്ട് ലോഗിൻ ആവും. അക്കൗണ്ട് ലോഗിൻ ആയതിനു ശേഷം ഒരു ഹോം പേജിലേക്ക് എത്തുക. ഹോം പേജിനകത്ത് ഡൗൺലോഡ് ഇപിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ചെയ്യുക. അതിനകത്ത് ഐ ഹാവ് ഇപിക് നമ്പർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് പഴയ വോട്ടർ ID കാർഡ് നമ്പറും സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് ഫെച്ച് ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മുടെ പഴയ ഡീറ്റെയിൽസ് എല്ലാം തെളിഞ്ഞ് വരും. അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക. എന്നിട്ട് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും പുതിയ ഇലക്ഷൻ ID കാർഡ്. അതിനുശേഷം അതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് കൂടി അഡീഷണൽ ആയിട്ടുണ്ട്. നമുക്ക് പുതിയ ഇലക്ഷൻ ID കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഡിലേറ്റ് ചെയ്യാനോ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതും ചെയ്യാനായിട്ട് പറ്റും.